ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള PSC ജോഗ്രഫിയുടെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള 20 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് പലതവണ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായും ഈ 20 ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ പഠിച്ചു തീർക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? കോയമ്പത്തൂർ നഗരത്തിന്റെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. കോയമ്പത്തൂർ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഏത് നദിയുടെ തീരത്താണ് കോട്ടയം? ഏത് നദിയുടെ തീരത്താണ് കോട്ടയം? ആൻസർ മീനച്ചിൽ. മീനച്ചിൽ നദിയുടെ തീരത്താണ് കോട്ടയം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി? ആൻസർ അഷ്ടമുടിക്കായൽ. ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടകര അഴി? ആൻസർ അഷ്ടമുടിക്കായൽ. ക്വസ്റ്റ്യൻ നമ്പർ 4. കേരളത്തിൽ എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ആൻസർ കൊല്ലം. കൊല്ലമാണ് കേരളത്തിൽ എള്ള് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ക്വസ്റ്റ്യൻ നമ്പർ 5. വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി? വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി കാരാപ്പുഴ പദ്ധതിയാണ് വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 6. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം? ആൻസർ മൂലമറ്റം. മൂലമറ്റമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം. ക്വസ്റ്റ്യൻ നമ്പർ 7. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട്. ക്വസ്റ്റ്യൻ നമ്പർ 8. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല? കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല? ആൻസർ ഇടുക്കി. ഇടുക്കിയാണ് മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ല. ക്വസ്റ്റ്യൻ നമ്പർ 9. പീച്ചി വാഴാനി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പീച്ചി അതുപോലെ വാഴാനി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് ഈ രണ്ട് അണക്കെട്ടും. പീച്ചി വാഴാനി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ്? ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ്? ആൻസർ അഞ്ചരക്കണ്ടിപ്പുഴ. അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം? ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ്? ആൻസർ കാനഡ. കാനഡയാണ് ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. ക്വസ്റ്റ്യൻ നമ്പർ 12. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം? സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഏത് നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴ? നദി എന്ന് ചേർത്ത് വായിക്കണേ. നദിയാണ് തൂതപ്പുഴ. ഭാരതപ്പുഴയാണ് ആൻസർ. ഏത് നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴ? ഭാരതപ്പുഴ. അപ്പോൾ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് തൂതപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഹവ്വ ദ്വീപ് ഏത് ജില്ലയിലാണ്? ഹവ്വ ബീച്ച് ഏത് ജില്ലയിലാണ്? ഹവ്വ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. സോ ഹവ്വ ബീച്ച് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ നമ്പർ 15. മൂരിയാട് തടാകം ഏത് ജില്ലയിലാണ്? മൂരിയാട് തടാകം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ് മൂരിയാട് തടാകം. മൂരിയാട് തടാകം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ഷോളയാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ആൻസർ ചാലക്കുടിപ്പുഴ. ചാലക്കുടിപ്പുഴയിലാണ് ഷോളയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇടമലയാർ പദ്ധതി ഏത് ജില്ലയിലാണ്? ഇടമലയാർ പദ്ധതി ഏത് ജില്ലയിലാണ്? എറണാകുളം. എറണാകുളത്താണ് ഇടമലയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി? മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി? ആൻസർ ഭവാനി. ഭവാനിയിലാണ് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി. ക്വസ്റ്റ്യൻ നമ്പർ 19. ബിയ്യം കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല? ബിയ്യം കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ മലപ്പുറം. മലപ്പുറത്താണ് ബിയ്യം കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. ക്വസ്റ്റ്യൻ നമ്പർ 20. കഠിനംകുളം കായലിനെ വേളിക്കായലുമായി ബന്ധിപ്പിക്കുന്ന തോട്? കഠിനംകുളം കായലിനെ വേളിക്കായലുമായിട്ട് ബന്ധിപ്പിക്കുന്ന തോട്? ആൻസർ പാർവതി പുത്തനാർ. പാർവതി പുത്തനാറാണ് കഠിനംകുളം കായലിനെ വേളിക്കായലുമായി ബന്ധിപ്പിക്കുന്ന തോട്. ഓക്കെ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ.